ഡേ 20 ആണ്. നമ്മുടെ 5 ദിവസം കൂടി ഉള്ളു ക്രിസ്മസിന് വേണ്ടി. അപ്പൊ നമുക്ക് ഇന്നത്തെ ടാസ്കും ബൈബിൾ വേഴ്സും നോക്കാം. ടാസ്ക്: ടെൽ എ സ്മോൾ ക്രിസ്മസ് മെസ്സേജ്. ഓക്കെ, അപ്പൊ എനിക്കുള്ള ടാസ്ക് ആണ് ടെൽ എ സ്മോൾ ക്രിസ്മസ് മെസ്സേജ്. നിങ്ങൾക്കുള്ള ടാസ്ക് എന്താണെന്നറിയോ? അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ക്രിസ്മസിന്റെ റിയൽ മീനിങ്, ഞാൻ പറയുന്ന ആ മെസ്സേജ് നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതാണ് ഇന്നത്തെ നിങ്ങളുടെ ടാസ്ക്. നമുക്ക് ബൈബിൾ വേഴ്സും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. I can do everything through Christ who gave me strength. Philippians 4:13. അതെ, എനിക്ക് എന്തും ചെയ്യാം കർത്താവിലൂടെ. അങ്ങാണ് നമുക്ക് എല്ലാവർക്കും ശക്തി തന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. I can do everything through Christ who gave me strength. Philippians 4:13. നമ്മുടെ ബൈബിൾ വേഴ്സ് ഇതാണ്, നമ്മുടെ ടാസ്ക് ഇതാണ്. താങ്ക് യു എവ്രി വൺ. ഞങ്ങളുടെ അഡ്വന്റ് കലണ്ടറിൽ ഇത്രയും നാളും ഞങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങളും ഇങ്ങനെ ഓരോ ടാസ്കും ബൈബിൾ വേഴ്സും പഠിച്ച് ടാസ്ക് ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ക്രിസ്മസ് എന്താന്ന് നമുക്കറിയാലോ, ക്രിസ്തുവിന്റെ ജനനം. പക്ഷേ ക്രിസ്തുവിന്റെ ജനനം നമ്മൾ ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നതോ സ്റ്റാർ തൂക്കുന്നതോ പുൽക്കൂട് ഉണ്ടാക്കുന്നതോ അല്ല. ആ പുൽക്കൂട്ടിലിരിക്കുന്ന ആ ഈശോ ശരിക്കും പിറക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലാണ്. അതെ, ക്രിസ്മസിന്റെ റിയൽ അർത്ഥം കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ പിറക്കുമ്പോൾ മാത്രമാണ് അത് ഒരു റിയൽ ക്രിസ്മസ് ആകുന്നത്. നമ്മൾ കുഞ്ഞു മക്കളാണ്. ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ ഈശോ നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ തരുന്നു. നമുക്കും ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? 5 ദിവസം കൂടി ഉള്ളൂ ഇനി ക്രിസ്മസ് ആകാൻ വേണ്ടി. ഈ 5 ദിവസം നമുക്ക് ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്താലോ എന്ന് വെച്ചാൽ നമ്മുടെ ഗാഡ്ജറ്റ്സ് കുറച്ച് നാൾ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു മിഠായി എന്തെങ്കിലും, മിഠായികൾ നമുക്ക് ഇഷ്ടമാണല്ലോ, കുട്ടികൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് 5 ദിവസത്തേക്ക് കർത്താവിന് വേണ്ടി വേണ്ടാന്ന് വെക്കുക. ഇറച്ചിയും മീനും നോയമ്പെടുക്കുന്നത് മാത്രമല്ല, നമുക്ക് ചെറിയ ചെറിയ ത്യാഗങ്ങൾ ചെയ്താലും സ്വർഗത്തിൽ അത് വലിയൊരു ഈശോനെ ഒത്തിരി ഹാപ്പി ആക്കും. നമ്മളും ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്താൽ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ അഡ്വന്റ് കലണ്ടറിൽ ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിലും അതും വലിയൊരു കാര്യമാണ്. കാരണം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ആവട്ടെ ഈശോയ്ക്ക് വേണ്ടി ഒന്ന് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടല്ലോ ഒരു ദിവസം. ഒരു ചെറിയ ബൈബിൾ വേഴ്സ് ആണെങ്കിലും അത് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഈശോയ്ക്ക് ഒത്തിരി സന്തോഷമാകും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മൾ ക്രിസ്മസ് എന്ന് പറഞ്ഞത് റിയൽ ആയിട്ട് പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ക്രൈസ്റ്റ്മസ് എന്നാണ്. അപ്പോൾ ഹാപ്പി ക്രിസ്മസ്, മേരി ക്രിസ്മസ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എക്സ്മസ് എന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇങ്ങനെ യൂറോപ്യൻ കൺട്രീസിലൊക്കെ കൂടുതലായിട്ട് അവർ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് എക്സ്മസ് എന്ന്. പക്ഷേ എക്സ്മസ് എന്ന് നമ്മുടെ ക്രൈസ്മസിനെ വിളിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ എക്സ് മീൻസ് എന്തോ ഒരു മിസ്സിംഗ് ലെറ്റർ അല്ലെങ്കിൽ മിക്സിംഗ് നമ്പർ. മാത്സിൽ വലിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവർക്ക് അറിയായിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ ഒരു മിസ്സിംഗ് കാര്യമാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് അങ്ങനെയല്ല. നമുക്കറിയാം അതൊരു മിസ്സിംഗ് കാര്യമല്ല, അതൊരു ഒന്നുമല്ലായ്മയല്ല. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ജനനമാണ്. അപ്പൊ നമ്മൾ എപ്പോഴും ക്രിസ്മസ് എന്ന് തന്നെ പറയാൻ വേണ്ടി പഠിക്കുക. അതെ, നമ്മൾ എല്ലാവരും ക്രിസ്മസ് നന്നായിട്ട് ആഘോഷിക്കണം. പക്ഷെ ക്രിസ്മസിന്റെ റിയൽ അർത്ഥവും കൂടെ അറിഞ്ഞു വേണം ആഘോഷിക്കാൻ. അപ്പൊ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ക്രിസ്മസ് ആയിട്ടില്ലെന്ന് എനിക്കറിയാം, പക്ഷെ 5 ദിവസം കൂടി ഉള്ളൂ. നമ്മൾ എല്ലാവരും നന്നായിട്ട് ഈശോയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കുക. ആമി കേട്ടല്ലോ, ആമി അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഇനി 5 ദിവസം കൂടെ ചെലവഴിക്കുക. നമുക്ക് 25-ാം തീയതി അടിച്ചു പൊളിക്കാനുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡേ 21 കാണാം. ബൈ ബൈ.